ബിനാട്ടിക്ക് പങ്കാളിത്തമുള്ള ലേക്കർ ഇന്ത്യ കോർപ്പ് പ്രവർത്തിച്ചത് തദ്ദേശ വകുപ്പിന്റെ ലൈസൻസ് ഇല്ലാതെയാണെന്ന് കൂടി വ്യക്തമാവുകയാണ്. ഒളവണ്ണ പഞ്ചായത്തിൽ കമ്പനി ലൈസൻസിനായി അപേക്ഷ നൽകിയിരുന്നെങ്കിലും രേഖകളിലെ പൊരുത്തക്കേട് കാരണം അപേക്ഷ മടക്കി. അതിനിടെ CMR എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ മുഹമ്മദ് റിയാസിന്റെ സുഹൃത്തുക്കളുമായുള്ള വീണയുടെ സാമ്പത്തിക ഇടപാടുകൾ കൂടുതൽ അന്വേഷണത്തിലേക്ക് കടക്കുകയാണ് ഇഡി. വീണയ്ക്ക് കൂടുതൽ കമ്പനികളിൽ പങ്കാളിത്തമുണ്ടോ എന്നത് പരിശോധിക്കും. ഷഹദ് റഹ്മാനാണ് ചെയ്യുന്ന വിശദാംശങ്ങളുമായി. ഷഹദ്, ഈ റിയാസിന്റെ സുഹൃത്തുക്കൾക്ക് പ്രത്യേകിച്ച് സോളസ് പോലെയുള്ള കമ്പനിക്ക് പണം നൽകിയെന്ന് പറയുമ്പോൾ അതൊരു വലിയ അളവിലുള്ള പണമാണോ? അത്തരം വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? മറ്റൊന്ന്, ഈ ലേക്കർ ഇന്ത്യ കോർപ്പിന്റെ ലൈസൻസുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അത് എന്നാണ് ആ ലൈസൻസ് റദ്ദാക്കിയത്? അല്ലെങ്കിൽ ലൈസൻസിന് അപേക്ഷ നൽകിയിരുന്നെങ്കിലും പൊരുത്തക്കേട് കാരണം അപേക്ഷ മടക്കി എന്നാണ് മനസ്സിലാക്കുന്നത്. ഇത് കുറച്ചു വർഷമായി ലേക്കർ ഇന്ത്യ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഒരിക്കലും ലൈസൻസ് ഇല്ലാതെയാണോ പ്രവർത്തിച്ചത്, അതോ പുതുക്കുന്നതിൽ വന്ന പ്രശ്നമാണോ? നിലവിൽ അത്തരത്തിലൊരു ലൈസൻസ് നൽകിയിട്ടില്ല എന്നുള്ള വിവരമാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ലഭ്യമാകുന്നത്. ഒളവണ്ണ പഞ്ചായത്തിലാണ് ഈ കമ്പനി ലൈസൻസിനായി അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് CPM ആയിരുന്നു ഒളവണ്ണ പഞ്ചായത്ത് ഭരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ CPM ഭരിക്കുമ്പോൾ പോലും ഈ ഒളവണ്ണ പഞ്ചായത്ത് ഇതുമായി ബന്ധപ്പെട്ടുള്ള ലൈസൻസ് നൽകിയില്ല. അതായത് ചില പൊരുത്തക്കേടുകൾ ഈ വിഷയത്തിൽ കണ്ടു എന്നുള്ളതാണ് പഞ്ചായത്ത് കണ്ടെത്തിയിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അന്ന് ഇതുമായി ബന്ധപ്പെട്ട അനുമതി നൽകാതെ ഇരുന്നതും. മാത്രവുമല്ല, ഇന്നലെ നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ അവിടെ പോയ സമയത്ത് നമുക്ക് കാണാൻ സാധിച്ചത്, അതായത് അടഞ്ഞു കിടക്കുന്ന ഒരു കടമുറി മാത്രമാണ്. അതിന്റെ മുന്നിൽ ചെറിയൊരു കടലാസിൽ, ഒരു വെള്ള കടലാസിൽ ഒരു ബോർഡ് മാത്രമുണ്ട്. അത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ അത്തരത്തിലൊരു സ്ഥാപനം അവിടെ പ്രവർത്തിച്ചതിൻ്റെതായിട്ടുള്ള യാതൊരുവിധ തെളിവുകളും ഇല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവിടെയുള്ള ആളുകളുമായി സംസാരിക്കുന്ന ഘട്ടത്തിലും അങ്ങനെയാണ്. അത്തരത്തിലൊരു സ്ഥാപനം അവിടെ തുറന്ന് പ്രവർത്തിച്ചതായി ആ നാട്ടുകാർക്കും അറിയില്ല എന്ന കാര്യമാണ് പറയുന്നത്. മറ്റൊന്ന്, ഈ പ്രധാനപ്പെട്ട കാര്യം, ഈ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടും ഒപ്പം തന്നെ ഈ വീണ ടിക്ക് ഏതെല്ലാം തരത്തിലുള്ള ആളുകളുമായിട്ടാണ് ഇത്തരത്തിൽ ഈ ബിസിനസ് പങ്കാളിത്തമുള്ളത് എന്ന കാര്യമാണ് ഇപ്പോൾ ED പ്രധാനമായിട്ടും അന്വേഷിക്കുന്നത്. പ്രത്യേകിച്ച് മുഹമ്മദ് റിയാസിന്റെ, ഭർത്താവായിട്ടുള്ള മുഹമ്മദ് റിയാസിന്റെ സുഹൃത്തുക്കളുമായിട്ട് വീണ ടിക്ക് പലതരത്തിലുള്ള ഈ ബിസിനസ് ഇടപാടുകളുമുണ്ട് എന്നുള്ളതാണ് കണ്ടെത്തിയിട്ടുള്ളത്. അതിനെ കൊണ്ടാണ് കഴിഞ്ഞ ദിവസം നിഖിലിന്റെ വീട്ടിലെത്തിയ ED സംഘം നിഖിലിന്റെ ഫോൺ കസ്റ്റഡിയിലെടുക്കുകയും ഈ ഫോൺ, അതായത് ഈ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കാൻ തീരുമാനിക്കുകയും ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ച് പല കോളുകളും വാട്സപ്പ് കോളുകളായിട്ടാണ് ഇവർ നടത്തിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് ഈ വാട്സപ്പ് കോളിന്റെ വിശദാംശങ്ങളും ശേഖരിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ ED കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ആ നടപടിയിലേക്കും ഇപ്പോൾ കടക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. കാണാം, ലേക്കർ ഇന്ത്യ കോർപ്പിന് ലൈസൻസ് ഇല്ല എന്നതാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കാൻ കഴിയുന്ന വിവരങ്ങൾ. പക്ഷേ സുഹൃത്തുക്കൾക്ക് പണം അയച്ചു, അല്ലെങ്കിൽ സുഹൃത്തിന്റെ കമ്പനിക്ക് പണം നൽകി എന്നതിലൊക്കെ എത്ര തുക നൽകി എന്നതൊക്കെ ഇനിയും വ്യക്തത വരാനുണ്ട്. സൗഹൃദത്തിന്റെ പുറത്ത് നൽകിയ പണമാണോ എന്ന് നമുക്ക് അറിയുകയുമില്ല. ഏതായാലും EDയുടെ കണ്ടെത്തലുകളാണ് ഷഹദ് റഹ്മാൻ പങ്കുവച്ചത്.